നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹയോഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 2026 ജൂൺ 22 മുതൽ ജൂലൈ 4 വരെ ഏകദേശം 2 ആഴ്ചക്കാലം കർക്കിടക രാശിയിൽ വ്യാഴവും ബുധനും ശുക്രനും യോഗം ചെയ്യുന്നു. ഈ യോഗം വൃശ്ചികക്കൂറുകാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, ജീവിതത്തിലെ ഏത് മേഖലകളെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്, തൊഴിൽ, ധനം, കുടുംബം, വിവാഹം, ബിസിനസ്, മക്കൾ, വിദേശയാത്ര, ഭാഗ്യം, ആത്മീയത തുടങ്ങിയ കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം എന്നതാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. വൃശ്ചികക്കൂറുകാരെന്നാൽ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. പ്രസ്തുത യോഗം ഇവരുടെ 9-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ലഭിക്കുന്ന അവസരങ്ങളെ കൈവിട്ട് കളയാതെ ഗുരുജനങ്ങളുടെ ഉപദേശം സ്വീകരിക്കുകയും ധാർമ്മികമായ വഴിയിൽ മുന്നോട്ടു പോകുകയും ചെയ്താൽ ഈ യോഗത്തിന്റെ മികച്ച ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. വൃശ്ചികക്കൂറിന്റെ ധനലാഭഭാവങ്ങളുടെ അധിപനായ വ്യാഴം 9-ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്നത് കരിയറിൽ വലിയ ഉയർച്ച നൽകും. 8-ാം ഭാവനാഥനായ ബുധൻ 9-ൽ നിൽക്കുന്നതിനാൽ കഴിഞ്ഞ കുറെ കാലമായി തൊഴിലിൽ അനുഭവിച്ചിരുന്ന അനിശ്ചിതത്വങ്ങളും തടസ്സങ്ങളും പെട്ടെന്ന് മാറിമറിയും. വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും അക്കാദമിക് നിയമമേഖലകളിലുള്ളവർക്കും പദവി ഉയർച്ചയും ശമ്പള വർധനവും ഈ 12 ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കാനിടയാകും. നിങ്ങളുടെ കച്ചവട സ്ഥാനാധിപനായ ശുക്രനാണ് 9-ൽ വ്യാഴത്തോടൊപ്പം നിൽക്കുന്നത്. ഇത് ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ വഴിയോ വലിയ ബ്രാൻഡുകളുമായുള്ള കരാറുകൾ വഴിയോ വൻ മുന്നേറ്റം തരും. കയറ്റുമതി, ഇറക്കുമതി, ട്രാവൽസ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നീ രംഗങ്ങളിലുള്ളവർക്ക് അപ്രതീക്ഷിത ലാഭം കൊയ്യാനാകുകയും ചെയ്യും. ലാഭാധിപനായ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഒന്നിലധികം വഴികളിലൂടെ പണം വരാം. കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടും. 8-ാം ഭാവത്തിന്റെ അധിപൻ കൂടിയായ ബുധൻ 9-ൽ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള യോഗമുണ്ട്. പഴയ കടങ്ങൾ തീർക്കാൻ പറ്റിയ സാഹചര്യം ഒരുങ്ങും. 5-ാം ഭാവനാഥനായ വ്യാഴം 9-ൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷവും മംഗളകർമ്മങ്ങളും നടക്കും. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. കളത്രകാരകനും 7-ാം ഭാവനാഥനുമായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തോടൊപ്പം നിൽക്കുന്നത് അവിവാഹിതരായ വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും അനുകൂല സമയമാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല കുടുംബങ്ങളിൽ നിന്ന് ആലോചനകൾ വരാം. വിദ്യാഭ്യാസമുള്ളതും നല്ല തൊഴിലുള്ളതുമായ പങ്കാളിയെ കണ്ടെത്താനുള്ള സാധ്യത വർദ്ധിക്കും. വിദേശത്തുള്ളവരുമായി അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരുമായി വിവാഹബന്ധം രൂപപ്പെടാനും സാധ്യതയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകും. പങ്കാളിയിലൂടെ ഭാഗ്യവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്ന കാലമാണിത്. 9-ാം ഭാവം പിതൃസ്ഥാനമായതിനാൽ പിതാവുമായുള്ള ബന്ധം വളരെ ദൃഢമാകും. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഒത്തുതീർപ്പിലാകും. മാതാവിന്റെ ഭാവവുമായി നോക്കുമ്പോൾ മാതാവിന് ചെറിയ തോതിൽ യാത്രാക്ലേശമോ ആരോഗ്യക്കുറവോ ഉണ്ടായേക്കാമെങ്കിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. വൃശ്ചികക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് ഇത് സുവർണ അവസരമാണ്. ബുദ്ധികാരകനായ ബുധനും വിദ്യാനാഥനായ വ്യാഴവും 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഉയർന്ന ഐക്യു നൽകും. പ്രവേശന പരീക്ഷകളിലും റിസർച്ച് രംഗത്തും വലിയ നേട്ടങ്ങൾ ഈ യോഗം സമ്മാനിക്കും. വിദേശയോഗം നോക്കുമ്പോൾ വളരെ ശക്തമായ സാധ്യതകളാണ് നിങ്ങൾക്ക് കാണുന്നത്. 9-ാം ഭാവം ദൂരദേശ യാത്രകളെ കുറിക്കുന്നു. വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ അത്ഭുതകരമാം വിധം നീങ്ങിപ്പോകും. അതിനാൽ വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാം. ദീർഘദൂര തീർത്ഥാടനങ്ങൾക്കും ഈ സമയം വഴിയൊരുക്കും. വിസ, അഡ്മിഷൻ, ജോലി ഓഫർ, യാത്രാനുമതി തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും.
സന്താനകാരകനായ വ്യാഴം പുണ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ദമ്പതികൾക്ക് സന്താന ലബ്ധി ഉണ്ടാകും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാവുന്ന വാർത്തകൾ കേൾക്കാനും സാധിക്കുന്നതാണ്. 8ാം ഭാവനാഥൻ 9ൽ നിൽക്കുന്നതിനാൽ വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മുക്തി പ്രതീക്ഷിക്കാം. മാനസിക സമ്മർദ്ദം കുറയുമെങ്കിലും അനാവശ്യ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കണം. കോടതി കേസുകളിൽ അനുകൂലമായ വിധി സമ്പാദിക്കാൻ ഈ ഗ്രഹസ്ഥിതി സഹായിക്കും. തർക്കത്തിലായിരുന്ന ഭൂമിയോ വീടോ വിൽക്കാനോ വാങ്ങാനോ ഉള്ള കരാറുകളിൽ ഏർപ്പെടാനും ഇടയുണ്ട്. 11ാം ഭാവനാഥനായ ബുധൻ 9ൽ നിൽക്കുന്നതിനാൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തികളുമായി പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ളവർക്ക് ജനപിന്തുണയും കരിയറിൽ വലിയ അംഗീകാരങ്ങളും തേടി വരാൻ ഇടയാകുകയും ചെയ്യും. ഏത് പ്രതിസന്ധിയെയും ബുദ്ധിപൂർവം നേരിടാനുള്ള ആത്മവിശ്വാസം ഈ സമയത്ത് കൈവരും. അനാവശ്യ ഭയങ്ങൾ മനസ്സിനെ വിട്ടൊഴിയുകയും ചെയ്യും. ഈ ദിവസങ്ങളിലെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഈശ്വര അനുഗ്രഹം നേരിട്ട് അനുഭവപ്പെടും എന്നതാണ്. യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളെ തേടി വരും. അതിനാൽ തന്നെയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും മന്ത്രസിദ്ധി, യോഗാഭ്യാസം, ഗുരുദർശനം എന്നിവയ്ക്കുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും. ഈ ത്രിഗ്രഹ യോഗം നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ തരുമെങ്കിലും ബുധൻ നിങ്ങളുടെ 8ാം ഭാവത്തിന്റെ കൂടി അധിപനായതിനാൽ സാമ്പത്തികമായ വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കണം. അമിത ആത്മവിശ്വാസം കാരണം അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാകരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.